എനിക്ക് മടുത്തു. ചോറും കറിയും വെച്ചുള്ള കളി എന്നും ഒരേ കളി തന്നെ. എന്നാ ഇനി മുതല് ബിരിയാണിയും കോഴി പൊരിച്ചതും വെച്ച് കളിക്കാം. ഞാൻ ആരാ? നീ ഒരു മനുഷ്യൻ. അല്ല, ഞാൻ ചേട്ടന്റെ അനിയത്തിയാ. ശരി, സമ്മതിച്ചു. മനുഷ്യനല്ല, അനിയത്തി. എങ്കിലെന്നെ സൈക്കിളിനെ കയറ്റി മുറ്റത്തൂടെ ഓടിക്കുവോ? മനുഷ്യനിവിടെ വയ്യാതിരിക്കുമ്പോഴാ അവളുടെ ഒരു സൈക്കിളോട്ടം. ചേട്ടാ, ദാ ആ കാണുന്ന പശുവിന് എന്താ കൊമ്പില്ലാത്ത? ആ പടത്തിൽ കാണുന്ന പശുവിന്റെ കാര്യമാണോ? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ചില പശുക്കൾക്ക് കൊമ്പ് കാണില്ല. ചിലതിന് വളരെ ചെറുതായിരിക്കും. എന്നാൽ ചില പശുക്കളുടെ കൊമ്പ് മുറിഞ്ഞു പോകും. ആ പശുവിന് കൊമ്പില്ലാത്തത് എന്താ? അത് പറ. ആ പശുവിന് കൊമ്പില്ലാത്തത് അതൊരു കുതിര ആയതുകൊണ്ടാ. പശുവിനെയും കുതിരേനെയും തിരിച്ചറിയാത്ത കഴുത. ടിന്റുമോനാ കഴുത. എടി, എന്താടി നീ എന്നെ വിളിച്ചത്? ഒന്നുകൂടി വിളിക്കടി. ടിന്റുമോൻ കഴുത, ടിന്റുമോൻ കഴുത. അങ്ങനെയാണല്ലേ? എങ്കിൽ ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകൂല. ഇനി ഞാൻ ചേട്ടന് കഴുതാന്ന് വിളിക്കൂല. പ്ലീസ്, നല്ല ടിന്റുമോനല്ലേ? എന്നെ കൂടെ കടയിൽ കൊണ്ടുപോണേ. വേണമെങ്കിൽ എന്നെ കഴുതാന്ന് വിളിച്ചോ. അറിയാം, അമ്മയോട് ചീത്ത കേക്കും. ഏയ്, അതല്ല. അച്ഛനോട് തല്ല് കിട്ടും. പിന്നെ തല്ലാനിങ് വരട്ടെ. അതൊന്നും അല്ലടി പെണ്ണെ പ്രശ്നം. പിന്നെ എന്താ എന്നെ കഴുതാന്ന് വിളിച്ച പ്രശ്നം? നിന്നെ കഴുതാന്ന് വിളിച്ചാലേ കഴുതകള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അതുകൊണ്ടാ. അമ്മ, ഈ ചേട്ടൻ എന്നെ കണിയാക്കുന്നു. ഇവളിന്ന് എനിക്ക് തല്ല് വാങ്ങിത്തരും. ചിഞ്ചുമോളെ, ചേട്ടൻ വെറുതെ പറഞ്ഞതാ. എടി, പൂച്ചയ്ക്കും പട്ടിക്കും മാത്രമേ സംഘടനയുള്ളൂ, കഴുതകൾക്കില്ല. എന്നെ വിശ്വസിക്കൂ. ദേ, ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകാം. ഞാൻ കരഞ്ഞത് എന്തിനാന്നറിയാമോ? എന്തിനാ? കഴുതകള് കേസ് കൊടുത്താ ചേട്ടൻ ജയിലിൽ പോന്നത് ഓർത്തിട്ടാ. അധികം പതപ്പിക്കല്ലേ എന്റെ കുഞ്ഞു പെങ്ങളെ. ചിഞ്ചു, നിനക്ക് ഐസ് വാട്ടർ വേണോ സർബത്ത് വേണോ? എനിക്ക് ഐസ് വാട്ടർ മതി. ചേട്ടാ, ഒരു ഐസ് വാട്ടർ, ഒരു സർബത്ത്. ടിന്റുമോൻ എന്താ ഐസ് വാട്ടർ വേണ്ടാത്തെ? ഓ, നമുക്ക് സർബത്ത് മതി. നീ ഐസ് വാട്ടർ കുടിച്ചോ, എനിക്കതാ സന്തോഷം. എന്തിനാടാ ആ കൊച്ചിനെ പറ്റിക്കുന്നത്? ഇതൊക്കെ എന്തോന്ന് പറ്റിക്കൽ ചേട്ടാ. ശരിയായ പറ്റിക്കൽ കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അതെന്താടാ അങ്ങനെയൊരു പറ്റിക്കൽ? ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കയ്യിൽ കാശില്ല, പറ്റിച്ചേ പറ്റിച്ചേ. ഹൗ, അങ്ങനെ ഒരാളെ പറ്റിച്ചു. ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിയാ? ഓക്കെ, തുടങ്ങാം. നീ എന്തു പറഞ്ഞടി മൂദേവി? അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. ചുരുട്ടി കൂട്ടിക്കളയും ഞാൻ. അടങ്ങിയിരുന്നോളണം. പിന്നെ ഈ വീട്ടിൽ ആര് പറയുന്ന നടക്കാന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഒരു ഉപകാരമില്ലാത്ത സാധനം. നീയാ ഉപകാരമില്ലാത്ത സാധനം. എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? എടാ, വഴക്കുണ്ടാക്കാതെ കളിക്കടാ. അയ്യോ, വഴക്കുണ്ടാക്കിയതല്ല, ഞങ്ങളെ അച്ഛനും അമ്മയും കളിച്ചതാ.